ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, ജീവൻ്റെ ജനിതകം ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന 10th പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ പാഠം നമുക്ക് ഫസ്റ്റായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, എന്താണ് ജനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ ജീവൻ്റെ ജനിതകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യം ജനറ്റിക്സ് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ജനറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എന്ത് സ്വഭാവമാണ് ജീസന്റെ ഈ സ്വഭാവം വെച്ച് നമ്മൾ എങ്ങനെ ഒരു ജീവിക്കും? ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. ഓക്കെ, ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ജനറ്റിക്സുമായി കണക്ട് ചെയ്യാം? ഓക്കെ, നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും, ഓക്കെ, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഏതുമായി റിലേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു പരിധി വരെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ജെനറ്റിക്സുമായി റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ച് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത് ജെനറ്റിക്സിന് മാത്രമാണോ റോൾ എന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, അതിനെല്ലാം വലിയ റോളുണ്ട്. എന്നാൽ പോലും ജെനറ്റിക്സിനുള്ളത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അതെങ്ങനെയാണ്, അത് ഏത് രീതിയിൽ വരുന്നു, ഈ ജീൻ എവിടെ കാണുന്നു എന്നെല്ലാം നമുക്ക് ഈ പാഠത്തിൽ പഠിച്ചു പോകാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കട്ടിങ്ങോടുകൂടിയാണ്. 2020 നോബൽ പ്രൈസ്, ഓക്കെ, രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്ന 2 വ്യക്തികളുടെ ഫോട്ടോസ് അടക്കം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തിരിക്കുന്നത്. എന്താണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ്? യെസ്, അതായത് ജീൻ എഡിറ്റിങ്ങിലൂടെ, ഓക്കെ, ജീൻ എഡിറ്റിങ്ങിലൂടെ ക്യാൻസർ അതുപോലെ തന്നെ പലതരത്തിലുള്ള ജനിതക രോഗങ്ങളെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ തക്ക നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജി അവതരിപ്പിച്ചതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജെനിഫർ എ ഡെഡൗന അതുപോലെ തന്നെ എമാനുവൽ കാർപ്പൻ്റർ എന്ന് പറയുന്ന ഈ 2 വ്യക്തികൾ എന്തൊരു കോൺട്രിബ്യൂഷനാണ് നടത്തിയത്? അതായത് ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടാകുന്ന സമയത്ത് ആ ജീവനിൽ അല്ലെങ്കിൽ ആ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജെനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെൽ, ഇതിനെല്ലാം കാരണമായിട്ടുള്ളൊരു ജീൻ ഉണ്ടാവുമല്ലോ. യെസ്, ഇതിനെല്ലാം കാരണമായിട്ടുള്ളൊരു ജീൻ ആ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് ഏത് കാലത്ത് നമുക്ക് ആപ്ലിക്കബിൾ ആകുമെന്നൊന്നും അറിയില്ല. പക്ഷേ ജീൻ എഡിറ്റിങ്ങിലൂടെ അതിന് കാരണമായിട്ടുള്ള ജീനിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ആ ഒരു അസുഖം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ച ജീൻ എഡിറ്റിംഗ്. ഓക്കെ, ഇത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിലാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ഓക്കെ, ജീൻ എഡിറ്റിംഗ് നടത്തുന്ന ക്രിസ്പർ കാസ് എന്ന പ്രോസസ്സിനാണ് ഇവർ ഈ ഒരു നോബൽ പ്രൈസ് അവാർഡായിരിക്കുന്നത്. ഓക്കെ, മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, കൃഷിയിടങ്ങളിൽ ക്രോപ്സിനുണ്ടാകുന്ന പെസ്റ്റ് അറ്റാക്ക് അതുപോലെ തന്നെ വിളകൾക്ക് വരാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും നമുക്ക് ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഈ ഒരു പഠനം കൊണ്ട്, ഈ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബോഡിക്ക് ഡിഫക്റ്റായി വരാവുന്ന ആ ജീനിനെ അതിനെ കണ്ടുപിടിച്ച് അതിനെ ഡിലീറ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പം ഇതിലെ പോസിബിലിറ്റി എല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്താണ് ജീൻ, എന്താണ് DNA, എന്താണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നീ കാര്യങ്ങളിലേക്കാണ്. DNA നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏത് പാർട്ടിലുള്ള ഒരു സെല്ലെടുത്താലും ഈ ഒരു സെല്ലിലെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ഒരു എക്സ് ഷേപ്പ് പോലെയുള്ളൊരു ക്രോമസോം. യെസ്, ഈ ക്രോമസോമിനകത്താണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയി ഒരു ചുറ്റുഗോവണി പോലെ, ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഒരു ചുറ്റുഗോവണി പോലെ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് DNA എവിടെ കാണുന്നു? ക്രോമസോമിനകത്ത് കാണുന്നു. ക്രോമസോം എവിടെയാണ് കാണുന്നത്? സെല്ലിലല്ല, ന്യൂക്ലിയസിനകത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ DNA നമ്മൾ കണ്ടു, ക്രോമസോം നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ജീന് പഠിക്കണം. എന്താണ് ഇവിടെ ഫംഗ്ഷൻ, ഇത് ആര് കണ്ടുപിടിച്ചു, എല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കാം. DNA സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ മേജറായിട്ട് ഒരുപാട് ആൾക്കാർ ആദ്യം പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ലോകത്തിന് DNA എന്താണ്, DNA സ്ട്രക്ചർ എന്താണ്, DNA എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരെ നമ്മൾ പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, അവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 പേരെയാണ് മേജറായിട്ട് ഈ പാഠത്തിൽ DNA സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലാദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് 2 പേരെയാണ് മേജറായിട്ട്, റൊസാലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഓക്കെ, ഈ 2 പേരെ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവരാണ് ആദ്യമായിട്ട് DNA സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് DNA സ്ട്രക്ചറിൻ്റെ ഒരു ഐഡിയ എന്ന് ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അവരാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തത്. ഓക്കെ, റൊസാലിൻ ഫ്രാങ്ക്ലിൻ എപ്പോഴാണ് ഈ പിക്ചർ എടുത്തത്? ഓക്കെ, ഇവർ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായി. അതായത് DNA ഫൈബർ, അതായത് DNA ചെറിയൊരു സാമ്പിൾ എടുത്ത് അതിനെ
എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തി. അതായത് ഹൈ ബീം ഓഫ് എക്സ്റേസ് കൊണ്ട് അതിനെ ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതിനെ കൂട്ടിയിടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പറയുന്ന ഒരു DNA സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു DNA അടങ്ങിയിരിക്കുന്ന DNA ഫൈബറിനെ ഇതുപോലെ എക്സ്റേസ്, ഓക്കെ, അതായത് ഹൈ ബീം എക്സ്റേസുമായിട്ട് കൂട്ടിയിടിച്ചപ്പം അതിൽ നിന്നുമാണ് ഇവർക്ക് ഈ ഒരു ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള DNAയുടെ ഒരു സാമ്പിൾ, ഓക്കെ, DNAയുടെ ഒരു സാമ്പിൾ കിട്ടിയത്. അങ്ങനെയാണ് അവർ ആ ഫോട്ടോ എടുത്തത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിലൂടെ അവർ DNAയുടെ ഒരു സാമ്പിൾ, DNAയുടെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ പിക്ചറിൻ്റെ ബേസിൽ, ഓക്കെ, ഫോട്ടോ 51 എന്ന് പറയുന്ന ഈ ഒരു DNAയുടെ ഐഡിയയിൽ ഈ ഒരു പിക്ചറിൽ നിന്നുമാണ് നമ്മുടെ ലോകത്തിനായിട്ട് ഫ്രാൻസിസ് ക്രിക്ക് അതുപോലെ തന്നെ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന 2 പേര്, ഓക്കെ, ഈ 2 പേര് DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അഥവാ ചുറ്റുഗോവണി മാതൃക ഈ ലോകത്തിനായിട്ട് പരിചയപ്പെടുത്തിയത്. ഓക്കെ, നിങ്ങൾ ഏതൊക്കെ കാലത്ത് DNA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ ഈ 2 പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഇത് മനസ്സിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഓക്കെ, അതിനവർക്ക് നൊബേൽ പ്രൈസും ഉണ്ടായിരുന്നു ഓൺ 1962. എന്തിനാണിത്? ഫോർ ദ ഡിസ്കവറി ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNAയുടെ ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചതിനാണ് 1962 അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ പഠിച്ച DNA ഡബിൾ ഹെലിക്സ് മോഡലിനെ, അതായത് ചുറ്റുകോവണി മാതൃകയെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് പഠിച്ചാലോ? ഓക്കെ, ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 2 സൈഡിലായിട്ട് ചുറ്റുകോവണി പോലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ DNAൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇതിന് സെൻറ്ററിലായിട്ട് നൈട്രജൻ ബേസസിൻ്റെ ബോണ്ടിങ് ഉണ്ട്. എന്തിൻ്റെ ബോണ്ടിങ് ഉണ്ട്? നൈട്രജൻ ബേസസിൻ്റെ ബോണ്ടിങ് ഉണ്ട്. സോ DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ 2 സ്ട്രാൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 സ്ട്രാൻഡിനിടയിൽ നൈട്രജൻ ബേസസ് പേഡായിട്ട് നിൽക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും മനസ്സിലായല്ലോ? ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിലെ ഈ പറയുന്ന സ്ട്രാൻഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷുഗർ കൊണ്ടും അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് കൊണ്ടുമാണ്. ഓക്കെ, താഴത്തെ പിക്ചറിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഷുഗറും അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടുത്തെ ഷുഗർ എന്ത് ഷുഗറാണ്? ഡിയോക്സി റൈബോസ് ആണ് ഈ ഷുഗറിൻ്റെ പേര്, അല്ലേ? 5 കാർബൺ ഷുഗറാണ്. അപ്പോൾ നോർമലി വരുന്നൊരു ഡൗട്ടാണ്, നോർമൽ ഷുഗറുമായിട്ട് ഈ ഷുഗറിന് എന്താണ് വ്യത്യാസം എന്ന്. ഓക്കെ, അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നോർമൽ ഷുഗറിൽ ഓക്സിജൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. എന്നാൽ ഡിയോക്സി റൈബോസിൽ എന്തില്ല? ഓക്സിജൻ്റെ പ്രസൻസ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇല്ല. അതാണ് ഡിയോക്സി റൈബോസ് എന്ന പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഷുഗറും പഠിച്ചു, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പഠിച്ചു. ഇനി അതിൻ്റെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതാണ് നൈട്രജൻ ബേസ്. ഓക്കെ, ഈ നൈട്രജൻ ബേസ് പെയർ ചെയ്യുമ്പോഴാണ് ഈ 2 സ്ട്രാൻഡും തമ്മിൽ ജോയിൻ്റ് ആവുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഒരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു നൈട്രജൻ ബേസ്. ഓക്കെ, ഇത് കമ്പോസ്ഡായ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ, ഒരു DNAയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡിലെ നൈട്രജൻ ബേസസ് തമ്മിൽ പെയർ ചെയ്യുമ്പോഴാണ് DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നത്. അവിടെ ഫോസ്ഫേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അവയുടെ ബോണ്ടിങ്ങിൻ്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി 5 കാർബൺ ഷുഗർ ഉണ്ട്, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസസ് ഉണ്ട്. നൈട്രജൻ ബേസസ് മേജറായിട്ട് 4 ടൈപ്പാണ് DNAയിൽ കാണുന്നത്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ ആരുമായിട്ട് പെയർ ചെയ്യുന്നു? തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നു, AT. സൈറ്റോസിൻ ആരുമായിട്ട് പെയർ ചെയ്യുന്നു? ഗ്വാനിനുമായിട്ട് പെയർ ചെയ്യുന്നു. മനസ്സിലായല്ലോ? അതിനിടയിൽ ബോണ്ടിങ് കാണാൻ പറ്റുന്നില്ലേ? ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് അഡിനിനും തൈമിനും ഇടയിൽ 2 ബോണ്ടിങ് കാണാൻ പറ്റുന്നുണ്ട്, ഡോട്ടായിട്ട് ഇല്ലേ? അത് 2 ഹൈഡ്രജൻ ബോണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇനി സൈറ്റോസിനും ഗ്വാനിനും ഇടയിൽ എത്ര ബോണ്ടിങ് ഉണ്ട്? 3 ബോണ്ട് കാണാൻ പറ്റുന്നില്ലേ, ഡോട്ടായിട്ട്? അത് 3 ഹൈഡ്രജൻ ബോണ്ടിനെയും സൂചിപ്പിക്കുന്നു. മനസ്സിൽ ഓർത്ത് വെച്ചോ. DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് ആൻറ്റി പാരലലാണ്. ഓക്കെ, 2 സ്ട്രാൻഡും ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾ നോർത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ സൗത്തിലേക്ക് വരുന്നു എന്ന പോലെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഈ 2 സ്ട്രാൻഡിലും കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ, എത്ര ഇഴകളുണ്ട് DNAയിൽ? നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് 2 ആണ്. വെരി ഗുഡ്. ഇനി മോളിക്യൂൾസ് യൂസ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ഓക്കെ, അതായത് സ്ട്രാൻഡിൻ്റെ കാര്യം മാത്രമാണ് ചോദിച്ചത്. ഓക്കെ, 2 സൈഡിലുള്ള ചുറ്റുകോവണി പോലെയുള്ള 2 സ്ട്രാൻഡിൻ്റെ കാര്യമാണ് മാത്രമാണ് ചോദിച്ചത്. ആരൊക്കെയാണ്? യെസ്, അത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എങ്ങനെയാണ് റങ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റങ്സ്? ഓക്കെ, ഈ പടികൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തന്മാത്രകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ ബേസ് ആണല്ലേ, അറിയാം അല്ലേ?
അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എങ്ങനെയാണ് ഈ പറയുന്ന റങ്സ് അഥവാ ഈ പറയുന്ന പടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. അവർ തമ്മിൽ ബോണ്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നല്ലോ. അഡിനിൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ടിങ്, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ ബോണ്ടിങ്ങിലൂടെയാണ് അവർ തമ്മിൽ പടികൾ അഥവാ റങ്സ് ഉണ്ടാക്കി ആ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിനെ കംപ്ലീഷനിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നൈട്രജൻ ബേസസ് എങ്ങനെയാണ് ജോഡി ചേരുന്നത്, അങ്ങനെയാണ് അവർ പെയർ ചെയ്യുന്നത്, അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും. മനസ്സിലായില്ലേ? ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ എന്ന് പറയുന്നത് 5 കാർബൺ ഷുഗർ ഉണ്ട്, അതായത് ഡിയോക്സിറൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു നൈട്രജൻ ബേസും ഉണ്ട്. ഈ മൊത്തം കോമ്പൗണ്ടിനാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഓക്കെ. ഇനി കുറച്ച് കൗതുകമുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് DNA വലിപ്പം, സൈസ് ഓഫ് DNA. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? ഏകദേശം 67 ബില്യൺ മൈൽസ് ആണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലെയും DNA പുറത്തെടുത്ത് അത് കോർത്തിണക്കി കണക്ട് ചെയ്താൽ കിട്ടുന്ന ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 67 ബില്യൺ മൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെ 2 തവണ റാപ്പ് ചെയ്യാനുള്ള അത്രയും കണ്ടൻറ്റ് നമ്മുടെ സെൽസിലെ DNA കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, എങ്ങനെ അപ്പോൾ ഈ DNA നമ്മുടെ ശരീരത്തിൽ നിന്ന്? ഓക്കെ, അപ്പോൾ അത് അത്രയും നാനോ സൈസാണ്. അതുപോലെ തന്നെ അത് അത്രയും വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് നമ്മുടെ സെൽസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കൃത്യമായി അത് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ, അത്രയും ചെറുതായതുകൊണ്ട് തന്നെ ഇത് ഏകദേശം 67 ബില്യൺ മൈൽസ് ഉണ്ടാവും ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ DNA കണ്ടു, DNAൻ്റെ പ്രസൻസ് കണ്ടു, DNA ലെങ്ത്ത് പഠിച്ചു, എല്ലാ കാര്യങ്ങളും കണ്ടു അല്ലേ? നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചൊരു കാര്യമുണ്ട്, DNA എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലേ? എവിടെയാണ് DNA പ്രസൻ്റ് ആയിട്ടുള്ളത്? യെസ്, അത് ക്രോമസോമിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ? ഓക്കെ, ഈ പിക്ചർ നോക്കുന്ന സമയത്ത് ക്രോമസോമിനകത്ത് എങ്ങനെയാണ് DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇഴകളായിട്ടല്ലേ? പക്ഷേ അവിടെ ഒരു ബോൾ പോലെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, അതിൻ്റെ പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. എന്താണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ? ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ എത്ര എണ്ണമായിട്ടാണ് കാണുക? യെസ്, അത് 8 എണ്ണമായിട്ട് കാണും. അതിനെയാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. ഹിസ്റ്റോൺ ഒക്ടാമർ അതെങ്ങനെയാണ് കാണുന്നത്? അതിന് ചുറ്റും DNA സ്ട്രാൻഡ് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ഈ ഹിസ്റ്റോൺ ഒക്ടാമർ തന്നെ എങ്ങനെ റാപ്ഡ് ആയിട്ടാണ് ഇതിൽ കാണുന്നത്? ക്രോമസോമിനകത്ത് കാണുന്നത്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ DNA ആയിട്ട് റാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടില്ലേ? ഓക്കെ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പ്രത്യേകത? ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹിസ്റ്റോൺ ഒക്ടാമർ വിത്ത് DNA അതിനാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഓക്കെ, DNA ഇഴകൾ അത് ഹിസ്റ്റോൺ പ്രോട്ടീനെ, എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻ? 8 ഹിസ്റ്റോൺ പ്രോട്ടീനെ റാപ്പ് ചെയ്ത് കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോം റാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ക്രോമാറ്റിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഒരു ക്രോമസോമിലെ അതിൻ്റെ മേജർ ആയിട്ടുള്ള സ്ട്രാൻഡാണ് ഈ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്രോമാറ്റിഡിനെ 2 ബ്രാഞ്ച് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിക്ചറിൽ നോക്കിയാൽ കാണുന്നില്ലേ? ഇതിനെങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? അത് സെൻട്രോമിയർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ക്രോമസോം കണ്ടു, ക്രോമസോമിലെ ക്രോമാറ്റിഡും സെൻട്രോമിയറും കണ്ടു. ഈ ക്രോമാറ്റിഡിനകത്ത് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ, ആ ഹിസ്റ്റോൺ പ്രോട്ടീനെ റാപ്പ് ചെയ്തിരിക്കുന്ന DNA സ്ട്രാൻഡ്, അങ്ങനെ ആ DNAയും ഹിസ്റ്റോൺ ഒക്ടാമറും ചേർന്നിട്ടുണ്ടാകുന്ന ന്യൂക്ലിയോസോം സ്ട്രക്ചർ അത് ടോട്ടലി റാപ്ഡായിട്ട് ക്രോമാറ്റിഡായിട്ട് മാറുന്നുണ്ട്. ഈ ന്യൂക്ലിയോസോം റാപ്ഡായിട്ടാണ് ഓരോ സ്ട്രാൻഡും ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്താണെന്ന് ഡൗട്ടുണ്ടോ? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് വെച്ചാൽ അത് ജീൻ എക്സ്പ്രഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര്? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു DNA അതിൻ്റെ ജീൻ എക്സ്പ്രഷന് വേണ്ടിയും അതുപോലെ തന്നെ അതിനെ ആ ക്രോമസോമിനകത്ത് ഫിറ്റായി നിൽക്കാൻ വേണ്ടി, ഓക്കെ, അതിനെ കൃത്യമായി കണ്ടൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഹിസ്റ്റോൺ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്യുമ്പം നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോം പഠിച്ചു. അതായത് അതിൽ ഹിസ്റ്റോൺസ് ഉണ്ട്, ന്യൂക്ലിയോസോം ഉണ്ട്, DNA ഉണ്ട്, ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഉണ്ട്. കണ്ടില്ലേ? ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയോസോം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ക്രോമസോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടു. ഓക്കെ, ക്രോമാറ്റിഡും സെൻട്രോമിയറും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ക്രോമാറ്റിൻ, റെറ്റിക്കുലവും അതുപോലെ തന്നെ ക്രോമസോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് അല്ലേ? ഓക്കെ, ക്രോമാറ്റിൻ, റെറ്റിക്കുലം അഥവാ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോസോംസ് റാപ്ഡായി കാണുന്ന സ്ട്രക്ചറാണ് അല്ലേ? ക്രോമാറ്റിൻ, റെറ്റിക്കുലവും ക്രോമസോമും തമ്മിൽ വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്രോമാറ്റിൻ എന്ന് പറയുന്നത്
വളരെ ലെസ് കണ്ടൻസ്ഡ് ആയിട്ടുള്ളൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യെസ്, DNA ആൻഡ് ഹിസ്റ്റോൺസ് കൊണ്ടാണ് അല്ലേ. എന്നാൽ ക്രോമസോമിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്? ക്രോമസോം എന്ന് പറയുന്നത് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അത് തന്നെ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അത് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ക്രൊമാറ്റിൻ കോയിൽഡ് ആയിട്ട് വരുന്ന അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ്. ഓക്കെ, ഇനി ക്രൊമാറ്റിൻ ആക്റ്റീവായിരിക്കുന്നത് റെപ്ലിക്കേഷൻ അതുപോലെ തന്നെ ജീൻ എക്സ്പ്രഷൻ ഈ പ്രോസസ്സെല്ലാം നടക്കുമ്പോഴാണ്. ഇനി ക്രോമസോമിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ക്രോമസോം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ ക്രൊമാറ്റിൻ കോയിൽഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചർ കൊണ്ടാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ ക്രോമസോം ആക്റ്റീവായിരിക്കുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് ദ സെപ്പറേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ആ പറയുന്ന ജീനിൻ്റെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേഷൻ നടക്കുമ്പോഴാണ് ക്രൊമാറ്റിനുമായി കമ്പയർ ചെയ്ത് പറയുമ്പം കൂടുതലായും ക്രോമസോം ആക്റ്റീവായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, ക്രോമസോമിൻ്റെ ഫങ്ഷൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്തായാലും എങ്ങോട്ടാണ് പോവുക? ക്രോമസോം നമ്പറിലേക്കാണ് പോവുക അല്ലേ. എത്ര നമ്പർ ഓഫ് ക്രോമസോം ഉണ്ട് ഓരോ ജീവിയിലും, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ കാര്യങ്ങളിലേക്കാണ് പോവുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എവിടെ പഠിച്ചു തുടങ്ങണം? ഹ്യൂമൻ ബീങ്സിൽ പഠിച്ചു തുടങ്ങണം. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മുടെ ക്രോമസോം നമ്പർ, നമ്മുടെ ക്രോമസോം ഘടന, നമ്മുടെ ക്രോമസോമിൻ്റെ ഫങ്ഷൻസ്, ഇത് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങണം. ഓക്കെ, സോ നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമസോമാണുള്ളത്? യെസ്, 23 പെയർ ഓഫ് ക്രോമസോമാണുള്ളത്. എത്ര പേരാണുള്ളത്? 23 പെയർ ഓഫ് ക്രോമസോമാണുള്ളത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹ്യൂമൻ ക്രോമസോമിനെ അഥവാ മനുഷ്യരിലെ ക്രോമസോമുകളെ രണ്ടായി തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോംസ്, ദ അതർ വൺ ഈസ് സെക്സ് ക്രോമസോംസ് അഥവാ ലിംഗനിർണയ ക്രോമസോമുകൾ. ഓക്കെ, ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും രണ്ട് ലിംഗത്തിലാണുള്ളത്, ഒന്ന് പുരുഷലിംഗം മറ്റൊന്ന് സ്ത്രീലിംഗം അല്ലേ. ഓക്കെ, എയ്തർ മെയിൽ ഓർ ഫീമെയിൽ, ഈ രണ്ട് കാറ്റഗറിയിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ അഥവാ ലിംഗനിർണയം നടക്കുന്നത്. അതിലൊരു സംശയമില്ലല്ലോ. ഓക്കെ, അത് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, ലിംഗനിർണയത്തിന് കാരണമാകുന്നത് രണ്ട് ക്രോമസോമുകളാണ്. ഓക്കെ, എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. ഓക്കെ, എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. വൈ ക്രോമസോമിനെ എക്സ് ക്രോമസോമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വൈ ക്രോമസോം എക്സ് ക്രോമസോമിനേക്കാൾ ചെറുതാണ്. ഓക്കെ, വൈ ക്രോമസോമിനെ എക്സ് ക്രോമസോമുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വൈ ക്രോമസോം എന്താണ്? ചെറുതാണ്. ഓക്കെ, ഇനി വൈ ക്രോമസോമിലെ SRY ജീൻ, ഓക്കെ, ആ ജീൻ്റെ പേര് ഓർത്ത് വെച്ചോ. വൈ ക്രോമസോമിലെ SRY ജീനാണ് നമ്മുടെ ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്, അതായത് ടെസ്റ്റിസ്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ഹ്യൂമൻസിൻ്റെ കേസിൽ, മെയിൽസിൻ്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഒന്നാണ് ഹ്യൂമൻ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ വൃഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വൃഷണങ്ങൾ രൂപപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ എംബ്രിയോ ഉണ്ടാകുന്ന സമയത്ത്. ഓക്കെ, നമ്മുടെ ഭ്രൂണം ഡെവലപ്മെൻ്റ് ആവുന്ന സമയത്താണ് ഈ പറയുന്ന വൃഷണങ്ങൾ അഥവാ ടെസ്റ്റിസ് രൂപപ്പെടുന്നത്. ഓക്കെ, ഈ രൂപപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ജീനാണ് SRY ജീൻ. ഇത് എവിടെ കാണുന്നു? വൈ ക്രോമസോമിൽ കാണുന്നു. ഓക്കെ, സോ ഒരാൾക്ക് എക്സ് ക്രോമസോം വൈ ക്രോമസോമോ ആണെങ്കിൽ അതെന്താണ്? മെയിലായിരിക്കും. ഓക്കെ, XY ആണെങ്കിൽ മെയിലായിരിക്കും. ബിക്കോസ് വൈ ക്രോമസോമിൽ എന്തുണ്ട്? SRY ജീൻ ഉണ്ട്. ഈ SRY ജീൻ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള വൃഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റസിൻ്റെ ഫോമേഷന് കാരണമാകുന്നു. അങ്ങനെ അതൊരു മെയിലായി മാറുന്നു, ഒരു ആൺകുട്ടിയായി മാറുന്നു. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിലിൻ്റെ പഠിക്കാം. ഇപ്പം നമ്മൾ മെയിലിൻ്റെ പഠിച്ചല്ലോ. ഓക്കെ, അതാണ് മനസ്സിലോർത്ത് വെച്ചോ. ഫീമെയിലിൻ്റെ നോക്കുന്ന സമയത്ത് 23 പെയർ ഓഫ് ക്രോമസോമിൽ രണ്ട് എക്സ് ക്രോമസോം. ഓക്കെ, മെയിൽ പാരൻറ്റിൽ നിന്നും ഒരു എക്സ് ക്രോമസോം, ഫീമെയിൽ പാരൻറ്റിൽ നിന്നും ഒരു എക്സ് ക്രോമസോം. ഓക്കെ, അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും എക്സ് ക്രോമസോമും ചേർന്ന് ഒരു ഫീമെയിൽ ബോഡി, ഓക്കെ, ഒരു പെൺകുട്ടി അവിടെ ജനിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ എംബ്രിയോയിൽ ഫോം ചെയ്യുന്ന എക്സ് ക്രോമസോം അത് മെയിൽ പാരൻറ്റിൽ നിന്നും, എക്സ് ക്രോമസോം അത് ഫീമെയിൽ പാരൻറ്റിൽ നിന്നും, അത് രണ്ടും ജോയിൻ ചെയ്ത് ആ സെക്സ് ഡിറ്റർമിനേഷനാണ് അതൊരു ഫീമെയിലായി മാറുന്നതിന് കാരണമാകുന്നത്. ഓക്കെ, XX ഫീമെയിലാണ്, XY മെയിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ക്രോമസോം പെയറായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഒരു ജോഡിയായിട്ട് കാണുന്നതെന്നല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഒരു മെയിൽ പാരൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ പാരൻറ്റിൽ നിന്നും രണ്ട് ക്രോമസോമുകൾ വന്നിട്ടാണ് പെയറായിട്ട് ജോയിൻ ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് അവർ പെയറായിട്ട് കാണുന്നത്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഓരോ സെല്ലും ഡിപ്ലോയിഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കാണുന്നതുകൊണ്ട് തന്നെ ക്രോമസോമും എങ്ങനെ തന്നെ കാണുന്നു? ഡിപ്ലോയിഡ് സ്റ്റേറ്റിൽ അഥവാ പെയറായിട്ട് തന്നെ കാണുന്നു. മനസ്സിലായോ? Smile. Ready. ഓക്കെ, അടുത്ത സെഷനിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇനി എൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരേ നമ്പർ ഓഫ് ക്രോമസോം ഉള്ള ഒരുപാട് ജീവികൾ ഉണ്ടാവുമോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മനുഷ്യന്മാരുടെ കേസിൽ 23 പെയർ ഓഫ് ക്രോമസോം അഥവാ 46 ക്രോമസോമാണുള്ളത്.
എന്നാൽ ചിമ്പാൻസീൻ്റെ കേസിൽ 48 ക്രോമസോമാണുള്ളത്. ഓക്കെ, 2 ക്രോമസോമിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം വരുന്നത് കിങ്ഡം അനിമേലിയയിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ തമ്മിൽ സ്ലൈറ്റ്ലി കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതേ ചിമ്പാൻസിയും ഗൊറില്ലയും ഒറാങ്കുട്ടാനെയും എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ളതും 48 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. സോ സെയിം നമ്പർ ഓഫ് ക്രോമസോമുള്ള സ്പീഷീസും ഉണ്ട്. നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യുമ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? ഫീമെയിലിൽ 44+XX ആണ്, മെയിലിൽ 44+XY ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് 23 pairs ആണ്. അതായത് 46 ക്രോമസോമാണ് രണ്ടാളിലും വരുന്നത്. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോമുകൾ എത്രയാണ്? 22 pairs ആണ് അല്ലേ. സ്വരൂപ ക്രോമസോമുകൾ എന്താണെന്ന് സംശയമുണ്ടോ? അതായത് നമ്മുടെ സെക്സ് ക്രോമസോം ഒഴിച്ചിട്ടുള്ള ബാക്കി ക്രോമസോം, അതിൽ നമ്മുടെ എല്ലാ ക്യാരക്ടറും വരും അല്ലേ. നമ്മുടെ ബോഡി ഹൈറ്റ്, നമ്മുടെ ബോഡി വെയ്റ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഓക്കെ, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള എഫിഷ്യൻസീസ്, ഓക്കെ, നമ്മുടെ ബോഡി കളറ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് ചിലപ്പോൾ വരുന്ന ചില ഡിഫക്ട്സ് ഉണ്ടാവും, ചിലപ്പം ചില അസുഖങ്ങൾ ഉണ്ടാവും. ഓക്കെ, ജനറ്റിക്കലി അവർക്ക് കിട്ടുന്ന പല പ്രോബ്ലംസും ഉണ്ടാവും. ഓക്കെ, ഇതിനെല്ലാം കാരണം കൂടി ആയിട്ടുള്ള ക്രോമസോംസ് എല്ലാം, ഈ ക്യാരക്ടേഴ്സ് എല്ലാം കാണുന്നത് എവിടെയാണ്? സൊമാറ്റിക് ക്രോമസോമിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, സെക്സ് ക്രോമസോമിൻ്റെ കാര്യത്തിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കുമോ? അല്ല, നമുക്കതും പഠിക്കാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഫീമെയിൽ XX, മെയിൽ XY. ഓക്കെ, ഇനി താഴോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കുറച്ച് അസുഖങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 44+X0 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഫീമെയിലിൽ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. മനസ്സിലായോ? 2 എക്സ് ക്രോമസോം വേണ്ടെടുത്ത് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അവർക്ക് വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് വരുന്ന കണ്ടീഷനാണ് ടേർണർ സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, ടേർണർ സിൻഡ്രം ഉള്ള ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല? ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പല ആൾക്കാരിലും പല തരത്തിലുള്ള ഡിഫക്ട്സ് ആണ് ടേർണർ സിൻഡ്രം ഉള്ളവരിൽ പ്രകടിപ്പിക്കുന്നത്. ഏർലി അഡോളസൻ സ്റ്റേജിൽ ഈ പറയുന്ന ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും പ്രസൻ്റ് ആവില്ല എന്നേ ഉള്ളൂ. എന്നാൽ പ്രോപ്പർ മെഡിക്കൽ കെയറും ഹെൽത്ത് സപ്പോർട്ടും കിട്ടുവാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ലൈഫ് നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റും. ഇനി 44+XXX വരുന്നവർ എന്താണ്? അവർ XXX സിൻഡ്രോം എന്നാണ്. ഓക്കെ, ആ സിറ്റുവേഷന് പറയുന്നത്, ആ അവസ്ഥയ്ക്ക് പറയുന്നത് XXX സിൻഡ്രോം ആണ്. ഓക്കെ, ഇനി 44+XXY എന്ന് പറയുന്നത് എന്താണ്? മെയിൽസ് വിത്ത് 2X ക്രോമസോം ആൻഡ് 1Y ക്രോമസോം, ദേ ഹാവ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. ഓക്കെ, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഉള്ളവരുടെ പ്രത്യേകത എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം മെയിൽസിന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അവർക്ക് മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവും, എന്നാൽ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് എന്താണ്? അവിടെ XXY ആണ്. ഓക്കെ, ഒരു എക്സ് ക്രോമസോം കൂടുതലാണ്. അപ്പം കുറച്ചുകൂടി ഫീമെയിൽ സൈഡിലോട്ടായിരിക്കും ആ പേഴ്സൻ്റെ ലൈഫ് ഉണ്ടാവുക. 44+XYY എന്ന് പറയുന്നത് മെയിൽ വിത്ത് 1X ക്രോമസോം ആൻഡ് 2Y ക്രോമസോം ആണ്. ഓക്കെ, അതാണ് XYY സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 സിറ്റുവേഷൻ, 3 സിൻഡ്രോം, 3 അവസ്ഥകൾ അവിടെ പഠിച്ചു. അപ്പം അതിലുള്ള ഡിഫറൻസ് എപ്പോഴും ഓർത്ത് വെക്കണം. എക്സാമിന് 1 വേർഡ് ആയിട്ടും ഇതുപോലെ തന്നെ ടാബുലേഷനായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ക്രോമസോമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ കണ്ടു അല്ലേ, SRY ജീനിൻ്റെ കാര്യം പഠിച്ചു. ഓക്കെ, എങ്ങനെയാണത് സെക്സ് ഡിറ്റർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം കണ്ടു. ഓക്കെ അല്ലേ? ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ജനിതകം എന്നുള്ള പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്നുകൂടി പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് വഴിയോ ചാനൽ വഴിയോ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.